കാലത്ത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പുതുമുഖ അധ്യക്ഷനായിട്ടാണ് അദ്ദേഹം സംസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടീം തന്നെ ഉണ്ടാവണം. ആ ടീമിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ RSSൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാവും, MT രമേശ് തുടരും, അഡ്വക്കേറ്റ് S സുരേഷ് എത്തിയേക്കും, ഷോൺ ജോർജ് അല്ലെങ്കിൽ അനൂപ് ആന്റണി. അക്കാര്യത്തിൽ എന്തായാലും ഒരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പുതിയ ടീമിനെ പറ്റി കേൾക്കുമ്പോൾ പുതുമുഖങ്ങളുടെ സാന്നിധ്യം കൂടുതലുണ്ടാവും. അതായത് സുരേന്ദ്രൻ ടീമിൽ ഉണ്ടായിരുന്ന അധികം പേർ ഇവിടെ ഈ ടീമിൽ ഉണ്ടാവില്ല എന്നതൊക്കെയാണ് പ്രാഥമികമായി വരുന്ന വിവരങ്ങൾ. അങ്ങ് എങ്ങനെയാണ് ഈ പുതിയ ടീമിനെ പറ്റിയുള്ള വിവരങ്ങൾ നോക്കിക്കാണുന്നത്? ഇല്ല, എന്തായാലും പുതിയ ടീമിന്റെ വിവരങ്ങള്. ഹലോ, എക്കോ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പോ ശരിയാക്കാം അത്. ഓക്കെ. എന്തായാലും ഈ പുതിയ വരാൻ പോകുന്ന ഭാരവാഹി ലിസ്റ്റിനെ പറ്റിയൊക്കെ ഉള്ളത് ഇപ്പോ തൽക്കാലം ഊഹാപോഹങ്ങൾ മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ. ചില ധാരണകൾ, എങ്ങനെയൊക്കെ നിഗമനങ്ങളും അല്ലേ ഉള്ളൂ. അതിന്റെ ബേസിൽ നമുക്ക് വിലയിരുത്താനൊന്നും ആവില്ല. എന്താണെങ്കിലും ഇപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 150% പ്രൊഫഷണലാണ്. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനെ വലിയ ഹെവി സ്ട്രെസ് എടുക്കുക, വലിയ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ് അദ്ദേഹം. അത് വളരെ ഒരു സക്സസ്ഫുൾ പ്രൊഫഷണലാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം, ആ ഒരു അപ്രോച്ച് തീർച്ചയായും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലും അല്ലെങ്കിൽ BJPയുടെ കേരളത്തിലെ ടീം ലീഡർ എന്നുള്ള നിലയിലും ഉണ്ടാകും. അതിനനുസരിച്ചുള്ള ഒരു ടീമായിരിക്കും അദ്ദേഹം ബിൽഡ് ചെയ്യുക. ആ ടീമിനെ ഇപ്പൊ എന്തായാലും നിലവിൽ ഇതിന്റെ അകത്തുള്ള നമുക്ക് പുതിയതായിട്ട് ഈ കമ്പനിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നവര് മറ്റുള്ള കമ്പനികളിൽ നിന്ന് കൂടുതൽ ശമ്പളം കൊടുത്ത് കൊണ്ടുവരുന്നവര് ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പറ്റില്ലല്ലോ. അപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ആദർശത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തന പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് അദ്ദേഹം അതിനനുസരിച്ചുള്ള ഒരു ടീമിനെ അദ്ദേഹം ബിൽഡ് ചെയ്യും. ആ ടീമിനെ കൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ലക്ഷ്യവും ചാലഞ്ചും. അത് അദ്ദേഹം ചെയ്യും. അത് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ അടുത്ത സമയത്തെ നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റുകളായാലും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളായാലും ഒക്കെ ഷാബു പ്രസാദ്, രാഷ്ട്രീയത്തിൽ രണ്ട് അപ്രോച്ചാണ്. ഒന്ന്, നമുക്ക് അതിനെ വളരെ പ്രൊഫഷണലായി കൈകാര്യം ചെയ്യാം. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വരുന്ന നേതാവിൻ്റെ പ്രൊഫഷണലിസം അതേപടി പിന്തുടരാൻ കഴിയാത്ത സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്ന അല്ലെങ്കിൽ അങ്ങനെ ചില സ്വാധീനങ്ങളൊക്കെയുള്ള നേതാക്കൾ മറുവശത്തുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ അത്തരം വിമർശനങ്ങൾ ഉയർന്നു. പ്രസിഡന്റ് ഒരുപാട് അങ്ങ് പ്രൊഫഷണലായി പോകുന്നു, മറ്റു നേതാക്കളെ അവഗണിക്കുന്നു എന്ന രീതിയിലൊക്കെ വിമർശനങ്ങൾ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഈ വരുന്ന വാർത്തകൾ അനുസരിച്ച്, അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഈ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ ടീം എത്രത്തോളം അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. വലിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് പ്രൊഫഷണലായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ വേണം മുന്നോട്ട് പോകാൻ. എന്തായാലും BJP എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, ഒരു ബഹുജന പ്രസ്ഥാനമാണ്. ഇതിന്റെ അകത്ത് ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്, ഒരുപാട് കാര്യം. BJP ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സിനെ തന്നെ BJP സൃഷ്ടിച്ചിട്ടുണ്ട്. BJPയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എപ്പോഴും പൊതുതലമുറയിൽ നിന്നും ഇങ്ങനെ ആ നേതൃസ്ഥാനത്തേക്കും ആ ഒരു ലെവലിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും, അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആ ലെവലിലുള്ളവർക്ക് തീർച്ചയായിട്ടും വിവിധ അഭിപ്രായങ്ങളും ഉണ്ടാകും. അഭിപ്രായങ്ങളുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അതിനെയെല്ലാം യോജിപ്പിച്ചുകൊണ്ട്, അതിനെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട്, കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പം ഇല്ലെങ്കിൽ ഒരു സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ, ഒരു മോണോലിത്തിക് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ പിന്നെ ഈ ടീമെന്ന് പറയുന്ന സാധനത്തിന്റെ ആവശ്യമില്ല. ടീം എന്ന് പറയുന്നത് എന്തിനാണ്? അവിടെ വിവിധ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാകും. അതിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറുന്നത്. പൂർണ്ണമായും അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. പക്ഷെ പ്രശ്നം എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു അധ്യക്ഷനെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? ഇവിടെ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ലോ, പ്രശ്നങ്ങളില്ലാതെ ഗ്രൂപ്പിസത്തിനപ്പുറത്തേക്ക് ഈ ടീമിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാവാൻ പാടില്ലല്ലോ, അങ്ങനെയല്ലേ വേണ്ടത്? ഈ അതിനെ നമ്മൾ അത്രയധികം അങ്ങനെ ഇങ്ങോട്ട് കടന്നു ചിന്തിക്കേണ്ട കാര്യമില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ
BJP-യില് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ രീതിയിലുള്ള കാര്യം ഇൻഡിവിജ്വാലിറ്റി ഉള്ള നേതാക്കന്മാരാണ് ഓരോരുത്തരും. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ചിലർ ചിലപ്പോൾ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലർ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഓരോരുത്തരനുസരിച്ചാണ്. പക്ഷേ ഇത്രയും കാലം BJP എന്നുള്ള ഒരു പ്രസ്ഥാനം ഇൻടാക്ട് ആയിട്ട് നിൽക്കുകയാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര അതിന്റെ സിൻസ് ഇൻസെപ്ഷൻ, ആ പാർട്ടി തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ ആ പ്രസ്ഥാനം ഇൻടാക്ട് ആണ്. ഇതിന്റെ അകത്തുനിന്ന് പലരും പാർട്ടി വിട്ടു പോയിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ പാർട്ടി പിളരുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അതാത് സമയത്ത് അതിൻ്റെതായ രീതിയിൽ അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയല്ലേ ഒരു രാഷ്ട്രീയം, ഒരു കേഡർ പ്രസ്ഥാനം മുമ്പോട്ട് പോകേണ്ടത്. അല്ലാതെ ഒരു നേതാവ് കൊണ്ട് അവിടെ നിന്ന് ആജ്ഞാപിക്കുന്നു, ബാക്കി എല്ലാവരും അത് ഓം ബ്രാ എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കുന്നു. അതല്ല അതിന്റെ സിസ്റ്റം, ജനാധിപത്യത്തിലെ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ അഭിപ്രായങ്ങളും ഉണ്ടാവണം അവിടെ. ആ അഭിപ്രായങ്ങൾ വൺസ് ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ, ഒരു ഡിസിഷൻ എത്തിക്കഴിഞ്ഞാൽ, അത് തന്റെ അഭിപ്രായത്തിന് വിരുദ്ധമാണെങ്കിലും അല്ലെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുക. അങ്ങനെയാണ് പോകുന്നത്. പട്ടികയിൽ ശ്രദ്ധേയമായ ഒരു പേര്, പുറത്തു വരുന്ന പേരുകളിലൊന്ന് ഷോൺ ജോർജ് ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നേക്കാം. അതല്ലെങ്കിൽ അനൂപ് ആന്റണി. രണ്ടുപേരായാലും യുവ സാന്നിധ്യങ്ങളാണ്, ശ്രദ്ധേയമായ സാന്നിധ്യങ്ങളാണ്. ആ പേരുകളെ അങ്ങ് എങ്ങനെ കാണുന്നു? നല്ല കാര്യമല്ലേ, വരട്ടെ. അതിന്റെ കഴിവുള്ള ചെറുപ്പക്കാർ വരട്ടെ. അവര് അങ്ങനെ തന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായത്തിന്റെ ആവശ്യം എന്താ? നല്ല അഭിപ്രായം തന്നെയാണ്, അത് വേണമല്ലോ. കഴിവുള്ളവരെ, ഭാവിയുള്ളവരെ, ഈ പാർട്ടിയെയും ഈ പ്രസ്ഥാനത്തിനെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ളവരെ അവർ വരണം. വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ് അങ്ങേക്ക്